പ്രൈസ് ദി ലോർഡ്. ഡിവൈൻ ഗ്രേസ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് DJM യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ സുവിശേഷ സ്നേഹികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. DJMൻ്റെ പ്രവർത്തനത്തെ അല്പം വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. 6,59,222 ഗ്രാമമാണ് ഭാരതത്തിലുള്ളത്. അതിൽ സുവിശേഷം ഒരിക്കൽ പോലും എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ മിഷണറിമാരെ അയക്കുന്ന ദർശനത്തോടുകൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഡിവൈൻ ഗ്രേസ് ഇൻ്റർനാഷണൽ. ഇപ്പോൾ നിലവിൽ ഏകദേശം 80 മിഷണറിമാർ കുടുംബമായി 16 സ്റ്റേറ്റിലായി വിവിധ ഗ്രാമങ്ങളിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ മരച്ചോട്ടിലും പാലത്തിനടിയിലും കൃഷിസ്ഥലങ്ങളിലും ഓപ്പൺ ഗ്രൗണ്ടുകളിലും ഒക്കെ ഇരുന്ന് വെയിലത്തും മഞ്ഞത്തും ഒക്കെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവജനത്തിനായിട്ട് ചർച്ച് ബിൽഡിങ്ങുകൾ ഞങ്ങൾ പണിത് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഈ കാലഘട്ടത്തിൽ പൊതുസ്ഥലങ്ങളിൽ സ്നാന ശുശ്രൂഷകൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയായതിനാൽ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ബാപ്റ്റിസം ടാങ്കുകൾ പണിഞ്ഞു നൽകുന്നുണ്ട്. പിന്നെ കൂടാതെ അനാഥരെയും വിധവമാരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ആയിട്ടുള്ള ഗ്രാമങ്ങളിലേക്ക് ഓരോ മാസങ്ങളിൽ പുതിയ മിഷണറിമാരെ അയക്കുവാനുള്ള പരിശ്രമത്തിലാണ്. കൂടാതെ ഇന്ത്യയുടെ 29 സ്റ്റേറ്റുകളിലേക്കും അവരവരുടെ ഭാഷയിൽ ബൈബിളുകൾ, ലഘുലേഖകൾ, ആത്മീയ പുസ്തകങ്ങളൊക്കെ എല്ലാ മാസവും അയച്ചു കൊടുക്കുവാൻ കർത്താവ് ഇതുവരെ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കൂടാതെ വിവിധ നിലയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. 50-ലധികം അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുകയും 30-ലധികം വിധവകളെ എല്ലാ മാസവും സാമ്പത്തിക സഹായങ്ങൾ കൊടുത്ത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഓരോ ഗ്രാമത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവമക്കളായ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ഈ പ്രവർത്തനത്തെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഈ സമയം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പായിട്ട് ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും യേശുവിനെ അറിയണം, എല്ലാ ഗ്രാമങ്ങളിലും സുവിശേഷകരെ അയക്കണം എന്നുള്ളൊരു ലക്ഷ്യവും പ്രാർത്ഥനയും മാത്രമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിലുള്ളത്. ആ ദർശനത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി, പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഈ സംഘടനയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കൈത്താങ്കൾ തന്ന് ഈ പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.